ഹായ് ഗായ്സ്, 2020 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കായി ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ സീരീസാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ സീരീസിൽ NCERT +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ലിവിങ് വേൾഡിലെ 20 MCQ ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which two of the below given points are known as the twin characteristics of growth? Increase in mass, increase in number of individuals, cellular organization, cellular differentiation. അപ്പോൾ ഇതിൽ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1 and 2 ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം: ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ഒക്കേഴ്സ് ഡാഷ് വേർ ഇൻ ആനിമൽസ് ഇറ്റ് ഒക്കേഴ്സ് ഡാഷ്. അപ്പോൾ ഇതിൽ പ്ലാന്റ്സിൽ ഗ്രോത്ത് കണ്ടിന്യൂസ്ലായിട്ട് ഒക്കർ ചെയ്യും, അനിമൽസിൽ ഓൺലി അപ് ടു സെർട്ടൺ ഏജ് ആണ്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. കോളം 1 തന്നിരിക്കുന്നത് പ്ലനേരിയ, ഫംഗൈ, ഈസ്റ്റ്, അമീബ. കോളം 2 തന്നിരിക്കുന്നത് ബൈനറി ഫിഷൻ, എസെക്ഷുവൽ സ്പോർസ്, ബഡ്ഡിംഗ്, ട്രൂ റീജനറേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ. പ്ലനേരിയ ട്രൂ റീജനറേഷൻ ആണ്. ഫംഗയിൽ 2 ഓപ്ഷൻ ഉണ്ട്, അസെക്ഷുവൽ സ്പോർസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈസ്റ്റ് ബഡ്ഡിംഗ് തന്നെയാണ്. അമീബ ബൈനറി ഫിഷൻ. അപ്പോൾ മൂന്നാമത്തേതിൽ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ 4 പ്ലനേരിയ ട്രൂ റീജനറേഷൻ, ബി 2 ഫംഗൈ അസെക്ഷുവൽ സ്പോർസ്, ബി 5 ഫ്രാഗ്മെൻറ്റേഷൻ, സി 3 ബഡ്ഡിംഗ്, ഡി 1 ബൈനറി ഫിഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം: ദ സ്റ്റേറ്റ്മെൻറ്റ് നത്തിങ് ലീവ്സ് ഫോർ എവർ യെറ്റ് ലൈഫ് കണ്ടിന്യൂസ് ഇലസ്ട്രേറ്റ് ദ റോൾ ഓഫ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് പറയാം: എംബ്രിയോജെനസിസ്, മോർഫോജെനസിസ്, റെപ്ലിക്കേഷൻ, റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി റീപ്രൊഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഗാനിസം വിസ് മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓർഗാനിസംസിനെ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ എർത്ത്, അമീബ, ഫംഗൈ. ഇതിൽ അമീബ അറിയാം ബൈനറി ഫിഷനാണ്, അപ്പോൾ ഇത് തെറ്റാണ്. എർത്ത്, ഫംഗൈ, ബാക്ടീരിയ. ഇതിൽ ബാക്ടീരിയ തെറ്റാണ്, അപ്പോൾ അതല്ല. ഫംഗൈ, ഫിലമെൻറ്റസ് ആൽഗെ, പ്രോട്ടോണിമ ഓഫ് മോസസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അമീബ, ഹൈഡ്ര ബാക്ടീരിയ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ഫംഗൈ, ഫിലമെൻറ്റസ് ആൽഗെ, പ്രോട്ടോണിമ ഓഫ് മോസസ് ആണ് റൈറ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഡസ് നോട്ട് റീപ്രൊഡ്യൂസ്. ഓപ്ഷൻ എ മ്യൂൾ, ബി വർക്കർ ബി, സി ഇൻഫെർട്ടൈൽ ഹ്യൂമൻ ഫീമെയിൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. സെവൻത്ത് ക്വസ്റ്റ്യൻ: റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1: റീപ്രൊഡക്ഷൻ കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2: ദർ ആർ മെനി ലിവിങ് ഓർഗാനിസം വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. എക്സാമ്പിൾ മ്യൂൾസ്, വർക്കർ ബീസ്, എക്സെട്ര. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റാണ് റൈറ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ റെസ്പോൺസ് ഓഫ് ലിവിങ് ഓർഗാനിസം ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഈസ് കറക്റ്റ്. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലൈക്കുള്ള റെസ്പോൺസ് ഓർഗാനിസംസിൻ്റെ റെസ്പോൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് സ്റ്റിമുലി ക്യാൻ ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. അത് കറക്റ്റാണ്. ഓൾ ഓർഗാനിസം ഫ്രം പ്രോകാരിയോട്സ് ടു മോസ്റ്റ് കോംപ്ലക്സ് യുക്കാരിയോട്ട് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എൻവിറോൺമെൻറ്റൽ സ്റ്റിമുലി. അതും കറക്റ്റായതാണ്. കോൺഷ്യസ്നെസ് ആൻഡ് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി ഈസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി എന്താണ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം: റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺ. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഇത് കറക്റ്റായിട്ടുള്ളതാണ്. മെറ്റബോളിക് റിയാക്ഷൻ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ ഐസൊലേറ്റഡ് സെൽ ഫ്രീ സിസ്റ്റം. ഇതും കറക്റ്റാണ്. റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ 3 ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ഒമ്പതാമത്തതിൻ്റെ ഉത്തരം 1, 2 and 3 വരുന്നത് 9 ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പത്താമത്തെ ചോദ്യം: എ ലിവിങ് ഓർഗാനിസം ഈസ് അൺഎക്സെപ്ഷനലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം എ നോൺ ലിവിങ് സ്ട്രക്ചർ ഓൺ ദ ബേസിസ് ഓഫ്. ഒരു ലിവിങ് ഓർഗാനിസത്തിനെ നോൺ ലിവിങ് സ്ട്രക്ചറിൽ നിന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നാണ്.
അപ്പോൾ ഇതിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ റെസ്പോൺസീവ്നെസ് ആണ്. അപ്പോൾ 10 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കാരണം റീപ്രൊഡക്ഷൻ അല്ല എന്ന് പഠിച്ചിട്ടുണ്ട്, ഗ്രോത്ത് ആൻഡ് മൂവ്മെൻറ്റോ അല്ല, ഇൻ്ററാക്ഷൻ വിത്ത് എൻവിറോൺമെൻറ്റും അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി റെസ്പോൺസീവ്നെസ് ആണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം? ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ലാത്തത് ഇതിലേതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ അത് ഡിഫൈനിങ് അല്ല. മെറ്റബോളിസം ആൻഡ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ ആൻഡ് കോൺഷ്യസ്നെസ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ഡിഫൈനിങ് ക്യാരക്ടർ ഉള്ളത് ഓപ്ഷൻ എ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ 11 ഓപ്ഷൻ എ. അടുത്ത ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അതിൽ 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ ലെവൽസ് ഇൻ ലിവിങ് ബീയിങ്സ്? ഒരു ലിവിങ് ബീയിൻ്റെ ഓർഗനൈസേഷൻ ലെവലിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലിവിങ് ബീയിങ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഒരിക്കലും ഒരു പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ഒരു എക്കോസിസ്റ്റം അങ്ങനത്തേനൊന്നും വരില്ല. അപ്പോൾ ഇതിൽ അതൊന്നും ഇല്ലാത്തത് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആറ്റോമിക്, മോളിക്കുലാർ, സബ് സെല്ലുലാർ, സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഇൻഡിവിജ്വൽ. അപ്പോൾ അതാണ് ഒരു കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓർഡർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീലിംഗ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം? ഇപ്പോൾ പാഠത്തിലാകെ പഠിച്ചിട്ടുള്ള വാക്ക് ടാക്സോണമിയാണ്. അപ്പോൾ അതാണ് ഇത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷനൊക്കെ പറ്റി പറയണ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് എന്നുള്ളത് ടാക്സോണമി. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാക്സോണമി ഈസ്? ടാക്സോണമി ഒരു ഓർഗാനിസത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആദ്യം എന്തായിരിക്കും ചെയ്യുക? അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ 14 ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗാനിസം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. ഇതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ICBN ഈസ്? ICBNൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാപ്പാഠം പഠിച്ച് കിട്ടും. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ ബി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ്? ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ഫൗണ്ടർ ആരാണ്? അതെല്ലാവർക്കും അറിയാം, ലിനയസ്. അപ്പോൾ 16 ഓപ്ഷൻ എ ലിനയസ് ആണ് കറക്റ്റ് ആൻസർ. ലിനേയൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ? 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ തന്നിരിക്കുന്നത് മോർഫോളജി, എക്കോളജി, എംബ്രയോളജി, സൈറ്റോളജി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം മോർഫോളജിയാണ്. 17 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 18 മോസ്റ്റ് നെയിംസ് ഇൻ ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആർ ടേക്കൺ ഫ്രം വിച്ച് ലാംഗ്വേജ്? ബയോളജിക്കൽ നോമൻക്ലേച്ചറിൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ നെയിം ഇട്ടിട്ടുണ്ട്. അത് ഏത് ലാംഗ്വേജിലുള്ള നെയിംസാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ ലാറ്റിൻ ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ 18 ഓപ്ഷൻ ബി. 19ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് വെർ ഗിവൺ ലാറ്റിൻ നെയിം ബിക്കോസ് ഇറ്റ് ഈസ് എ? പ്ലാന്റ്സിന് ലാറ്റിൻ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? സിമ്പിൾ ലാംഗ്വേജ് അതല്ല, കോമൺ ലാംഗ്വേജ് അല്ല ലാറ്റിൻ, അപ്പോൾ അതുമല്ല. ഡെഡ് ലാംഗ്വേജ് ആണ്. അത് കാരണമാണ് പ്ലാന്റ്സിൻ്റെ നെയിമിന് ലാറ്റിൻ നെയിംസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 19 ഓപ്ഷൻ സി ഡെഡ് ലാംഗ്വേജ് ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ബൈനോമിയൽ സിസ്റ്റം ഓഫ് ടാക്സോണമി ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ 18th century ബൈ കാർലസ് ലിനേയസ്, ദ സെക്കൻഡ് വേർഡ് ഓഫ് ആൻ ഓർഗാനിസംസ് ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്? അപ്പോൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. ഒരു ബയോളജിക്കൽ നെയിമിൽ ഫസ്റ്റ് വേർഡ് ജനറിക് നെയിമും സെക്കൻഡ് നെയിം സ്പെസിഫിക് എപ്പിത്തറ്റും ആയിരിക്കും. അതായത് ഫസ്റ്റത്തെ ജീനസും സെക്കൻഡിലെ സ്പീഷ്യസും ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് വേർഡ് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ സ്പീഷ്യസ്. 20ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്പീഷ്യസ്.